Okay, പറഞ്ഞ question mark. Is the sum of first seven terms of an AP is 49 and that of 17 term is 289. Find the sum of first n term. n terms കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ Sn-നകത്ത് n-ന് വാല്യൂ കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാത്തിനും വാല്യൂ കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് n ടേംസിന്റെ ഇക്വേഷൻ. n ടേംസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n ടേംസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Sn ഈക്വൽ ടു എന്താ? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. അതിൽ എയ്ക്കും ഡിക്കും എല്ലാം വാല്യൂ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് Sn ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ്. പക്ഷെ ഇവിടെ എയും ഡിയും ഒക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? ശരിയല്ലേ? കാരണം എന്താ? കാരണം ഇവിടെ 7 ടൈമിന്റെ സമ്മും അതേപോലെ തന്നെ എന്താ 17 ടൈമിന്റെ സമ്മും ഒക്കെയാണ് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എയും ഡിയും ഒക്കെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പൊ ഈ Sn ഇക്വേഷൻ ഇതാണ്. n ടേംസിന്റെ സം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് n ടേംസിന്റെ സം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n-ന് മാത്രം വാല്യൂ കൊടുക്കാതെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആലോചിക്കും. ആദ്യത്തെ 7 ടേമിന്റെ സം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? S7 ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു അല്ലേ 2a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി ആണോ? അവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ S7 ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 2a പ്ലസ് എഴുതല്ലേ, ഞാൻ പറഞ്ഞുതരാം. 7 മൈനസ് 6d എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത എന്താ? S17 ആണ്. S17 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 17/2 ഇൻറ്റു 2a പ്ലസ് 17 മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് S17 ഈസ് ഈക്വൽ ടു 17/2 ഇൻറ്റു 2a പ്ലസ് 16d എന്ന് വരുന്നു. ഓക്കെ. ഈ 7 ടേമിന്റെ സമ്മ് തന്നിട്ടുണ്ട് എത്രയാ? അപ്പൊ ഈ S7 എന്ന് പറയുന്നത് 49 കൊടുക്കാമല്ലോ. 49 ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 2a പ്ലസ് 6d ആണല്ലോ. S17 തന്നിട്ടുണ്ട് എത്രയാ? 289 ഈസ് ഈക്വൽ ടു 17/2 ഇൻറ്റു 2a പ്ലസ് 16d ആണോ? ഇനി എന്ത് ചെയ്യാം? ഇനി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 49 50 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 50 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും 100. ഇപ്പൊ 40 ഉണ്ട് 98 ആണോ? ഓക്കെ. 98 ഈസ് ഈക്വൽ ടു ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14a പ്ലസ് എത്രയാ? 14a പ്ലസ് എത്രയാ? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 7നെ. അപ്പൊ എത്ര വരും? 7 42 42d. ഓക്കെ. ഇവിടെ അതേപോലെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 18 16 17 578 ഈസ് ഈക്വൽ ടു 34a പ്ലസ് 17 ഇൻറ്റു 16 7 6 42 6 6 6 7 42 6 4 10 7 1 2 7 2 272 272 ആണല്ലോ. ഇനി എന്ത് ചെയ്യും? നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ലീനിയർ ഇക്വേഷൻ അല്ലേ? രണ്ട് ഇക്വേഷൻ നോക്കി. ആദ്യം നമ്മൾ 14a പ്ലസ് 42d ഈക്വൽ ടു 98 എന്നും അടുത്തത് 34a പ്ലസ് 272d ഈക്വൽ ടു 578 എന്ന് എടുത്തു. ഏതാ? നമുക്ക് ഏതെങ്കിലും ഒരു ഇത് ഒന്നിച്ചാക്കണം. എങ്ങനെ ഒന്നിച്ചാക്കാൻ പറ്റും? എങ്ങനെ ഒന്നിച്ചാക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ നമ്മൾ കോമൺ എടുത്താൽ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഞാൻ കോമൺ എടുത്തിട്ട് ചെറുതാക്കാം. നോക്കി, ഇവിടെ 14a പ്ലസ് 42d ഈക്വൽ ടു 98 അല്ലേ?
ഞാൻ ഇവിടുന്ന് 14 അങ്ങ് കോമൺ എടുത്താലോ, ഈ സൈഡിൽ നിന്ന് 14 കോമൺ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? 14 14 28, 28 14 32. അപ്പോൾ 14 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ a പ്ലസ് 3d എന്ന് വരും, ആണല്ലോ, ഈസിക്കൽ ടു 98 ആണോ? ആ 14 പ്ലസ് 14 പ്ലസ് 14 എത്രയാണ്? ഇവിടെ 14 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? a മാത്രമേ ഉള്ളൂ. പ്ലസ് 14 into 3 അല്ലേ 42 അല്ലേ? ആ എന്നിട്ട് a പ്ലസ് 3d ഈസിക്കൽ ടു 14 താഴോട്ട് കൊണ്ടുവരുമ്പോൾ 98 ഡിവൈഡ് ബൈ 14. 98 ഡിവൈഡ് ബൈ 14 വാല്യൂ ഉണ്ടോ? ഉണ്ട്, 7 ആണ്. അപ്പൊ a പ്ലസ് 3d ഈസിക്കൽ ടു 7. ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത് കുറച്ചുകൂടെ ചെറുതാക്കി. ഇവിടെ അതേപോലെ തന്നെ 34a പ്ലസ് 272d ഈസിക്കൽ ടു 578. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 34 കോമൺ എടുക്കാം. അപ്പം a പ്ലസ് 8d ഈസിക്കൽ ടു 578 ഡിവൈഡ് ബൈ 34 ഉണ്ട്, ആൻസർ ഉണ്ട് 17 ഉണ്ടോ? 17. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ ഇവിടെ നമുക്ക് 34 താഴോട്ട് വരുമ്പോൾ a പ്ലസ് 8d ഈസിക്കൽ ടു 17 ബൈ 34. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1/2 വരും. ഓക്കെ, സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് 1/2 നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ 8d ഈസിക്കൽ ടു 0.5 ആക്കാം. ഓക്കെ, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. എന്നിട്ട് രണ്ട് ഇക്വേഷൻ എഴുതുക. a പ്ലസ് 3d ഈസിക്കൽ ടു 7 ഉം a പ്ലസ് 8d ഈസിക്കൽ ടു എന്തെന്ന് വരുന്നു? 0.5 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇതിപ്പോ എന്താ, ഇതിന്റെ a എന്ന് പറയുന്ന വേരിയബിൾ സെയിം അല്ലേ? അപ്പൊ ഇക്വേഷൻ ഇത് മൈനസ് ചെയ്താൽ മതി. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 0 വരും. 3d മൈനസ് 8d എന്ന് പറയുമ്പോൾ മൈനസ് 5d. ഇത് 7 മൈനസ് 0.5 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 6.5. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടും? മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി. അപ്പം d ഈസിക്കൽ ടു 6.5 ഡിവൈഡ് ബൈ 5. 13 ഇൻറ്റു 5 60. 1.3. അപ്പൊ d1 1. ആൻസർ ഒന്നും ഇവിടെ ഒരു തെറ്റുണ്ടല്ലോ. n സ്ക്വയർ എഴുതാൻ ഇവിടെ തെറ്റാണ്. ഇവിടെ നോക്കിയോ, ഇവിടെ 34 കോമൺ എടുക്കുമ്പോൾ ഇപ്പുറത്ത് അത് തന്നെയല്ലേ കിടക്കണ്ടേ? 578 തന്നെയല്ലേ വരണ്ടേ? കോമൺ ഇപ്പുറത്തല്ലേ എടുത്തിട്ടുള്ളൂ ഇല്ലേ? എന്നിട്ട് പിന്നല്ലേ a പ്ലസ് 8d ഈസിക്കൽ ടു, പിന്നീടാണ് 578 ഡിവൈഡ് ബൈ 34 വരുന്നത്. അപ്പോഴാണ് a പ്ലസ് 8d ഈസിക്കൽ ടു 14 വരും, അല്ല 17 വരുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇക്വേഷൻ 2. എന്നിട്ട് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ a പ്ലസ് 3d ഈസിക്കൽ ടു 7, a പ്ലസ് 8d ഈസിക്കൽ ടു 17. മൈനസ് ചെയ്യുമ്പോൾ ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയോ, a മൈനസ് a 0, 3d മൈനസ് 8d എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? മൈനസ് 5d ആണ്. 7 മൈനസ് 10 എന്ന് പറയുമ്പോൾ മൈനസ് 10. അങ്ങനെയാണ് d ഈസിക്കൽ ടു മൈനസ് 10 ഡിവൈഡ് ബൈ മൈനസ് 5. ഇത് കട്ട് ചെയ്യുമ്പോൾ 10/5 2. ഓക്കെ, ഇനി നമുക്ക് a കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം a പ്ലസ് d a പ്ലസ് 3d ഈസിക്കൽ ടു 7 ആണ്, ആണല്ലോ. അപ്പൊ a പ്ലസ് 3 ഇൻറ്റു 2 ഈസിക്കൽ ടു 7 കൊടുക്കാം. a പ്ലസ് എന്താണ് 6 ഈസിക്കൽ ടു 7. അപ്പൊ a ഈസിക്കൽ ടു എത്രയാണ്? 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എയും കിട്ടി ഡിയും കിട്ടി. ഇനി എസ് എൻ കണ്ടുപിടിച്ചാൽ പോരെ. എസ് എൻ ഈസിക്കൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്നിന് വാല്യൂ കൊടുക്കാൻ പാടില്ല, അതാണ് n ടേംസിന്റെ. അപ്പൊ 2 ഇൻറ്റു a എന്ന് പറയുമ്പോഴത്തേക്കും 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുമ്പോഴത്തേക്കും 2. അപ്പം ഇവിടെ n/2 ഇൻറ്റു 2 പ്ലസ് ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n മൈനസ് 2.
ഇപ്പോൾ +2 -2 വെട്ടിപ്പോയി. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ എന്ത് വരും? n/2 × 2n എന്ന് വരുന്നു. വീണ്ടും ഈ 2 × കട്ട് ചെയ്ത് പോയി n × n n². n = n². ഇതായിരിക്കും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രയും കാര്യങ്ങൾ എഴുതണം. എഴുതിയോ? സനയ്ക്ക് മനസ്സിലായത്? സന, നിരഞ്ജൻ, ആരോൺ, ദേവനാരായൺ. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. മാറ്റുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞത്? രണ്ട് എഴുതിക്കോ. ഫൈൻഡ് the sum of first 22 terms of an AP in which D is equal to 7 and 22nd term is 149. അതായത് sum of first 22 terms of an AP with D is equal to 7. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. Find the sum of first 22 term of an AP in which D is equal to 7 and 22nd term is 149 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തോ? D 7 A 22 149 ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ S22 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ എന്തുവാ? അപ്പൊ S22 എന്ന് പറയുമ്പോൾ 22 ടേമിന്റെ സം. 22 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ ആ 22ാമത്തെ ടേം തന്നെ തന്നിട്ടുണ്ട്. എന്തുവാ? 149. അതിനർത്ഥം എന്താ? ഇത് AN ആണ്, അതായത് ലാസ്റ്റ് ടേം ആണ് അർത്ഥം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതിയാൽ പോരെ? എന്തുവാ? SN ഈസ് ഈക്വൽ ടു എന്താ? n/2 ഇൻറ്റു എന്താ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇവിടെ ഇല്ലയോ? അതില്ല. സാധാരണ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലയോ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടില്ല. ലാസ്റ്റ് ടേം ലാസ്റ്റ് ടേം മാത്രമേ തന്നിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഈ A22 എന്ന് പറയുമ്പോൾ 22 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എത്രയാ? 22ാമത്തെ ടേം. അത് 149. അതായത് ലാസ്റ്റ് ടേം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 149 ആണ്. അല്ലേ? ഡി എന്ന് പറയുന്നത് ഇത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് A 22 വെച്ച് നമുക്കറിയാം AN ഈസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു എന്താണ്? ഡി ആണ്. അല്ലയോ? അങ്ങനെയാണെങ്കിൽ AN ഈസ് ഈക്വൽ ടു AN തന്നിട്ടുണ്ട്. 22ാമത്തെ ടേം തന്നിട്ടുണ്ട്. എത്രയാ? 22. A22 ഈസ് ഈക്വൽ ടു എത്രയാ? A പ്ലസ് 22 മൈനസ് 1 ഇൻറ്റു ഡി തന്നിട്ടുണ്ട്. എത്രയാ? 7 ആണ്. അപ്പം A22 ഈസ് ഈക്വൽ ടു A പ്ലസ് 22 ഇൻറ്റു 7. അപ്പൊ A22 തന്നിട്ടുണ്ട് 149 ഈസ് ഈക്വൽ ടു എത്രയാ? A പ്ലസ് 14 154 ആണല്ലോ. അപ്പൊ A കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവനെ ഇങ്ങോട്ട്. അപ്പൊ 149 മൈനസ് 154. സോറി, 22 മൈനസ് 1 ചെയ്യുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് 21 ആണ്. ഓക്കെ, അപ്പം ഇവിടെ വരുമ്പോൾ ഇത് 21 ഇൻറ്റു 7 വരും. അപ്പം 149 ഈസ് ഈക്വൽ ടു A പ്ലസ് 7 14 147. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 149 മൈനസ് 147 ഈസ് ഈക്വൽ ടു A. അപ്പൊ 2 ഈസ് ഈക്വൽ ടു A എന്ന് വരും. ഫസ്റ്റ് ടൈം 2. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താ? SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം S22 ആണ് കണ്ടുപിടിക്കുന്നത്. S22 ഈസ് ഈക്വൽ ടു 22/2 ഇൻറ്റു ഫസ്റ്റ് ടേം 2 പ്ലസ് ലാസ്റ്റ് ടേം 149 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാ? 22/2 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 151. അപ്പൊ എത്ര വരും? 151 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 151 151 1661 1661 കിട്ടി. ഇതായിരിക്കും എന്നാ? ഇത് നമ്മൾ ചെയ്തതല്ലേ? അന്ന് ജയിച്ചതല്ലേ ഈ മോഡൽ? ഇല്ലേ? ഇത് ഹോംവർക്ക് ഇത് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ബാക്കി ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് നാളെ വൈകിട്ടത്തേക്ക് കിട്ടണേ കേട്ടോ. ഇനി മറന്നു പോയെന്ന് പറയല്ലേ. ഇതിനകത്തെ ബാക്കിയുള്ളതെല്ലാം ഹോംവർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷനിലേക്ക് കയറാൻ പോവാണേ. അപ്പൊ ഹെഡിങ് എഴുതിക്കുക, ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ കൂട്ടി പോവുകയോ കുറച്ച് പോവുകയാണെങ്കിൽ, ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ ഇൻറ്റു ചെയ്ത് പോവുകയോ ഡിവൈഡ് ചെയ്ത് പോവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് അതിന്റെ ഒരു ജനറൽ നമുക്കറിയാലോ. മറ്റേനെ എങ്ങനെ നമ്മൾ ചെയ്തത്? A പ്ലസ് ഡി, A പ്ലസ് 2D, A പ്ലസ് 3D, A പ്ലസ് 4D. ശരിയല്ലേ? AP-ക്ക് ശരിയല്ലേ? ഫസ്റ്റ് ടേം A ആണ് AP-യുടെ. സെക്കൻഡ് ടേം എന്താ? A പ്ലസ് ഡി ആണ്. തേർഡ് ടൈം എത്രയാ? A പ്ലസ് 2D ആണ്. ഇല്ലേ? ഫോർത്ത് ടൈം A പ്ലസ് 4D. ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷനും എന്തുണ്ട്? ഒരു സീക്വൻസ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. The sequence obtained by multiplying the preceding term
by a fixed number. Fixed number. Such sequence are called geometric progression. GP എന്ന് എഴുതുവാണ് geometric progression. ഇത് ഡോട്ട് ഇട്ടാണ് അടുത്തൊരു ഡോട്ട്. The fixed number is called the common ratio. മറ്റേത് common difference ആയിരുന്നു. ഇതെന്താ common ratio. common ratio denoted by small letter r. അവിടെ denoted by small letter d ആയിരുന്നു ഇല്ലയോ? ഓക്കെ, അപ്പം അടുത്ത ഡോട്ട് എഴുതിക്കോ. അടുത്ത ഡോട്ട് if we denote the first term of GP by a and the common ratio by r, then GP in general form is as ar cube ar square ar cube extra. ഈ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 6 കണ്ടു. മറ്റേ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആയിരുന്നു, അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടുത്തെ കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് നമുക്ക് ഇങ്ങനെ എഴുതാം. The ratio of any term to its preceding term is the common ratio. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒന്നെങ്കിൽ എ ആർ ഡിവൈഡഡ് ബൈ എ, അതായത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്താലും കിട്ടുന്നതും, എ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എ ആർ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടൈം ചെയ്താൽ കിട്ടുന്നതും, ഫോർത്ത് ടേം ഡിവൈഡഡ് ബൈ തേർഡ് ടേം ചെയ്താൽ കിട്ടുന്നതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? ആ കോമൺ റേഷ്യോ 6 തന്നെയായിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നോക്കിക്കോളൂ. അപ്പം റൈറ്റ് എ ജി പി whose first term and the common ratio are a is equal to 3 and r is equal to 2. നമുക്കറിയാം ജി പിയുടെ ജനറൽ ഫോം എന്താ? എ ആർ സ്ക്വയർ എ ആർ ക്യൂബ് ഇങ്ങനെ പോകും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം 3, അടുത്ത ടേം എന്തായിരിക്കും? അടുത്ത ടേം 3 × 2, അടുത്ത ടേം എത്രയായിരിക്കും? 3 × 2 സ്ക്വയർ, അടുത്ത ടേം എത്ര ആയിരിക്കും? 3 × 2 ക്യൂബ്. അതിനർത്ഥം എന്താ? 3 6 3 × 4 ഇത് 4 ആണ്, 4 × 3 12, അടുത്തത് 2 ക്യൂബ് 8 8 × 3 24. ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടാമത്തെ ഒന്ന് ചെയ്ത് എ 128 r -1/2.
ഓക്കെ, ഇത് ചെയ്തോ? എന്താ ഇതിന്റെ ആൻസർ? എപ്പോഴും നോക്കണം, അതായത് ശ്രദ്ധിക്കണം. എന്താ AR AR² ഇങ്ങനെ പോകും. അപ്പൊ A എന്ന് പറയുമ്പോൾ എത്ര? 128. അപ്പൊ AR എന്ന് പറയുമ്പോൾ എത്ര വരും? 128 ഇൻറ്റു -1/2. AR² എന്ന് പറയുമ്പോൾ എത്ര വരും? 128 ഇൻറ്റു -1/2 ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചോണം, സൈൻ വരെ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എന്താ? 128 ഇൻറ്റു 1/2 -1/2 ദ ഹോൾ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ പോകും. ഓക്കെ, അതിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 128, അടുത്ത 128 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോഴത്തേക്കും -128/2 എന്നാണ് വരിക, ആണോ? അടുത്തത് 128 ഇൻറ്റു -1/2 ഇൻറ്റു -1/2 എന്ന് പറയുമ്പോൾ +1/4 ആ വരിക, അല്ലേ? അപ്പോൾ 1/4 എന്ന് എഴുതാം. അതേപോലെ തന്നെ 128 ഇൻറ്റു -1/2 -1/2 എന്ന് പറയുമ്പോഴത്തേക്കും -1/8 ആ വരുന്നത്. കാരണം -1/2 -1 പ്ലസ് 1/4 പ്ലസ് 1/4 ഇൻറ്റു -1/2 എന്ന് പറയുമ്പോഴത്തേക്കും -1/8 ഇൻറ്റു -1/8. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 64 കിട്ടുന്നു. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 64/2 വീണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും 32 വരുന്നു, അല്ലേ? ശരിയല്ലേ? ഇനി ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 64/4 വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 32/2 വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 16 വരുന്നു, ശരിയല്ലേ? ലാസ്റ്റ് ഇങ്ങനെ പോകും. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എത്ര? 128 -64 32 16 -16 വരും. കാരണം -1/2ന്റെ മൈനസ് ഇങ്ങനെ. ഇതാണ്. അറിയാത്തവർക്ക് ചോദിക്കാം കേട്ടോ, അറിയാത്തവർ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പെട്ടെന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് A = 1/64 R = 2. എന്താ കിട്ടുക? AR AR² AR³ 1/64. അടുത്ത വരുമ്പോഴത്തേക്കും 1/64 ഇൻറ്റു 2. അടുത്ത വരുമ്പോഴത്തേക്കും 1/64 ആണല്ലോ, 1/64. ഇത് 1/64 ഇൻറ്റു 2.
ഓക്കെ, അടുത്തത് 1/64 ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 4 എന്നങ്ങ് എഴുതുവാണ്. അടുത്തത് 1/64 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും 8. ഇത് രണ്ടും കട്ട് ചെയ്ത് 32, ഇത് രണ്ടും കട്ട് ചെയ്ത് 16, ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ല, ഇത് 32 32 2 16 വരും. ഇത് 32 4 വീണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും 4 32 8. അപ്പം നോക്കിക്കോ, ഇത് 1/64, അടുത്ത 1/32, അടുത്ത 1/16, അടുത്ത 1/8. 1/8. ഓക്കെ, ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് find the common ratio. Find the common ratio of each of the following geometric progression. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ, അതായത് 2, 8, 32, 128 ഇങ്ങനെ പോകും. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? അതിന്റെ തൊട്ടടുത്ത ടേം തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇത് 8/2 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ശരിയല്ലേ? ആണോ? അപ്പൊ നമുക്ക് എത്രയാ? 4 ആണ് അല്ലേ? ശരിയല്ലേ? ആണ്. അടുത്ത ടേം എന്താ? അടുത്തത് 3, 3/2, 3/4 എക്സെട്ര. അതെന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇപ്പൊ എത്രയാ സെക്കൻഡ് ടേം? എത്രയാ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും 3/2 ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 3. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 3 മോളിൽ പോവോ ഇവിടെ വരുമോ? പണ്ടൊക്കെ ഈ 3 ഇവിടെ ആവുന്നത്. കാരണം ഇവിടെ 3 മാത്രമേ ഉള്ളൂ. 3/1. അപ്പം 3/2 ഇൻറ്റു 1/3 എന്ന് വരും. മനസ്സിലായോ? അപ്പം 3/6 കട്ട് ചെയ്യുമ്പോൾ 1/2 ഇതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം, എങ്ങനെയാണ് 3 താഴെ പോയത്, മുകളിൽ എന്താ പോവാത്തെ? എപ്പോഴും ആലോചിച്ചോണം. a/b ഹോൾ ഡിവൈഡ് ബൈ c/d എന്ന് വരുവാണെങ്കിൽ a/b ഇൻറ്റു d/c എന്നായിരിക്കും വരിക. ഇനി a/b ഹോൾ ഡിവൈഡ് ബൈ c എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്തുവാ? c/1 എന്നാണ്. അപ്പൊ എന്താ? a/b ഇൻറ്റു 1/c എന്ന് വരും. അതായത് a/bc എന്ന് വരും. അങ്ങനെയാണ് a/b/c വന്നാലും a ഹോൾ ബൈ b/c വന്നാലും അപ്പൊ എന്തെടുക്കണം? മുകളിലുള്ളവൻ ഒറ്റയ്ക്കാണ്. മുകളിലുള്ളവനെ a/1 ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ b/c ആയിട്ട് എടുക്കുക. അപ്പൊ എന്താ? a/1 ഇൻറ്റു c/b. അപ്പൊ ac/b എന്ന് വരും. അത് ഓർത്തോണം. എപ്പോഴും ഇതൊക്കെ സിമ്പിൾ ബേസിക്സ് ആണ്. ഇതൊക്കെ ഓർത്തോണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് 2, 2√2, 4, 4√2 എക്സെട്ര എക്സെട്ര. പെട്ടെന്ന് ഫസ്റ്റ്. ഓക്കെ, നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Which of the following list of numbers form a GP?
എന്ത് ചെയ്ത് നോക്കിയാൽ മതി ഇത് ജി പിയിലാണോ എന്ന്. സെക്കൻഡ് ടൈം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴും തേർഡ് ടൈം ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം ചെയ്യുമ്പോഴും ഫോർത്ത് ടൈം ഡിവൈഡ് ബൈ തേർഡ് ടൈം ചെയ്യുമ്പോഴും കിട്ടുന്നത് ഒന്നാണ് നോക്കിയാൽ മതി. ഒന്ന് നോക്കി. ഇവിടെ A1 A2 തന്നെയൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇത് ഏതൊക്കെ ജി പിയിലാണ്? ഇത് ദേവനാരായണൻ ഒന്ന് പറയണേ. ഇത് മൂന്നും ദേവനാരായണൻ എക്സ്പ്ലെയിൻ ചെയ്യണേ. Yes, sir. ദേവനാരായണൻ പറഞ്ഞു. The first one forms a GP. ആദ്യത്തേത് ജി പി ആണോ? ഓക്കെ. രണ്ടാമത്തേത്? രണ്ടാമത്തേതും GP ആണോ? മൂന്നാമത്തേത്? മൂന്നാമത്തെ അല്ല. അല്ല. ഓക്കെ. കാരണം ഇത് 6/3 2 ആണ്, 12/6 2 ആണ്, അതേപോലെ 24/12 അത് എത്രയാ? 2 ആണ്. ഇവിടെ അതേപോലെ തന്നെ -128 ഡിവൈഡ് ബൈ 256 എന്ന് പറയുമ്പോൾ എത്രയാ? -1/2 ആണ്. 64 ഡിവൈഡഡ് ബൈ -128ഉം എന്താണ്? -1/2 ആണ്. അതേപോലെ -32 ഡിവൈഡ് ബൈ 64 എന്ത് തന്നെയാണ്? -1/2 ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ 1/15 ഡിവൈഡഡ് ബൈ 1/5 എത്രയാ? 1/15 ഇൻറ്റു 5/1 ആണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/3 വരും അല്ലേ? അതേപോലെ 1/90 ഡിവൈഡ് ബൈ 1/15 എത്രയാ? 15 ഡിവൈഡഡ് ബൈ 90 ആ വരുന്നത്. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1/6 ആ വരുന്നത്. ആണോ? അപ്പം ഒരുപോലെയാണോ വരുന്നത്? അല്ല. അപ്പൊ പിന്നെ ഇത് AP അല്ല, GP അല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ജനറൽ ടേം നമ്മൾ മറ്റേ എ എൻ ഒക്കെ കണ്ടുപിടിച്ചില്ലേ. എ എന്ന് പറയുമ്പോൾ എന്താ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി വെച്ചിട്ട് അതേപോലെ കണ്ടുപിടിച്ചതിനകത്ത് നമുക്ക് ജി പിയുടെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്നുള്ള കാര്യം കൂടെ ഒന്ന് എഴുതാം. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ, ജനറൽ ടേം ഓഫ് എ ജി പി, ജനറൽ ടേം ഓഫ് എ ജി പി, ജനറൽ ടേം. അപ്പം നമുക്കറിയാം ജി പിയുടെ ജനറൽ ടേം എന്താ, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ് എക്സെട്ര ഇങ്ങനെ പോകുന്നു ഇല്ലേ. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വണ്ണിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എ ആർ ആയിട്ട് എടുക്കുന്നു. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എത്ര, സെക്കൻഡ് ടേം എ ടു ആണ്. എ ടുവിനെ എന്തായിട്ട് എടുക്കുന്നത്, എ ആർ ആയിട്ട് എടുക്കുന്നത്. എ ആറിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ ആർ ടു മൈനസ് വൺ എന്ന് എടുക്കാം. ഓക്കെ, ഇനി തേർഡ് ടേമിനെ ആണെങ്കിലോ, തേർഡ് ടേം എ ത്രീ ആണ്. എ ത്രീനെ നമുക്ക് എ ആർ സ്ക്വയറിന് എടുക്കാം. എ ആർ സ്ക്വയറിനെ എ ആർ ത്രീ മൈനസ് വൺ എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ടേം, ഫോർത്ത് ടേം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, എ ഫോർ ഈസ് ഈക്വൽ ടു എ ആർ ക്യൂബ്. എ ആർ ക്യൂബ് എങ്ങനെയാ, എ ആർ റേസ് ടു ഫോർ മൈനസ് വൺ എന്ന് എടുക്കാം. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ nth ടേം എങ്ങനെ എടുക്കും, nth ടേം എ എൻ ഈസ് ഈക്വൽ ടു എന്താ, എ ആർ റേസ് ടു, ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 4 മൈനസ് 1 വന്നു, ഇവിടെ n വന്നപ്പോൾ ഇവിടെ എന്ത് വരും, n മൈനസ് 1 വരും. ഇതാണ് ജനറൽ ഇക്വേഷൻ എ പിയുടെ. ഓക്കെ, ഇത് നോക്കിയോ, ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിയോളൂ. ഫൈൻഡ് ദ സെവൻത്ത് ആൻഡ് ടെൻത്ത് ടേം ഓഫ് ദ ഫോളോയിങ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ടു 8 32 128 എക്സെട്ര. അതേപോലെ തന്നെ രണ്ടാമത്തേത് 3 3/2 3/4 3/8 എക്സെട്ര. മൂന്നാമത്തേത് 2 2√2 4 4√2 എക്സെട്ര. എന്താ സെവൻത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, A7 ഈസിക്കലും എന്താ, എ ആർ റേസ് ടു 7 മൈനസ് 1, അതായത് എ ആർ റേസ് ടു എന്താണ് 6. എ എത്ര ഇവിടെ 2, ആർ എത്ര ഇവിടെ 8/2. 8/2 എത്രയാ, 8/2 4 ആണ്. അപ്പൊ 4 റേസ് ടു 6. അപ്പൊ എത്ര വരും, 2 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേ, 6 4. അപ്പം ഇവിടെ 16 64 128 256 512. 512 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും 1024 ആയിരിക്കും എൻ്റെ ആൻസർ. 1024 ആണോ, ഒരു സെക്കൻഡ്.
16 ഇൻറ്റു 4 64 ഇൻറ്റു 64 ഇൻറ്റു 4 64 ഇൻറ്റു 64 ഇൻറ്റു 128 ഇവിടെ തന്നെ 256 ആയി. 256 ഇൻറ്റു 4 എന്ന് പറയുമ്പോഴത്തേക്കും 256 512 1024 ഇവിടെ തന്നെ ആയി. 1024 ഇൻറ്റു 4 1000 6 9 0 4 ഇൻറ്റു 2 12 18 19 88 81 92 ആണ്. 81 92 അതായത് 8181 ആണ് ഇവിടെ. 8192 ആണ്. 8192 റിപ്ലൈ നോക്കണേ. അടുത്ത എന്താ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്താ? A10 ഈസിക്കൽ എന്താ? A raised to R10 minus 1 അല്ലേ? A10 ഈസിക്കൽ എന്താ? AR raised to 9. അടുത്ത ചെയ്തോ, പെട്ടെന്ന് കണ്ടുപിടിച്ചു. അത് വലിയ ആൻസർ ആയിരിക്കും വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം എത്ര എടുത്തേ? 2 അല്ലേ? 2 ഇൻറ്റു എന്താണ് 4 raised to 9. അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ വരുന്നത് 5 2 4 2 8 8 ആണ്. ബാക്കി 2 ഹോംവർക്ക് ആണ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി 2 ഹോംവർക്ക്, ഇതും ഹോംവർക്ക്. ഈ നേരത്തെ ഹോംവർക്കും ഈ ഹോംവർക്ക് നാളെ വൈകിട്ട് എനിക്ക് കിട്ടണം കേട്ടോ.